ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ടീച്ചിങ് നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് ആണ്. എന്താണ് ഇൻകം ടാക്സ്, അതിൻ്റെ ബേസിക് ടേംസ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് MG യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന BCom ഓപ്റ്റ് ചെയ്ത സ്റ്റുഡൻസിന് അവരുടെ തേർഡ് ഇയറിൽ 5th, 6th സെമസ്റ്റേഴ്സിൽ പഠിക്കാനുള്ളതാണ്. ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്ത സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ CA, CMA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എന്താണ് ടാക്സ്, വാട്ട് ഈസ് എ ടാക്സ്, ടൈപ്പ് ഓഫ് ടാക്സ്, ടാക്സുകളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സുകൾ ഏതൊക്കെയാണ്, ദെൻ ബേസിക് ടേംസ് ഇൻ ഇൻകം ടാക്സ്, ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ടേംസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് ഏതൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ ടേംസുകൾ കാണും. ആ ടേംസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി അതിൻ്റെ ഇൻഡെപ്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ നമ്മൾ ആ ബേസിക് ടേംസ് എല്ലാമില്ല, ഒരു മുക്കാൽ പോർഷൻസ് നമ്മൾ ബേസിക് ടേംസ് ഇവിടെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം ടാക്സ് എന്താണ് എന്ന് നോക്കാം. വാട്ട് ഈസ് ടാക്സ്? ഇറ്റ് ഈസ് എ കമ്പൽസറി എക്സ്ട്രാക്ഷൻ ഓഫ് മണി ഫ്രം ദ പീപ്പിൾ. അതായത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കമ്പൽസറി ആയിട്ടും നമ്മൾ എടുക്കുന്ന ക്യാഷ് കമ്പൽസറി ആയിട്ട് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടാക്സ് എന്ന് പറയുന്നത്. ആരാണ് ചെയ്യുന്നത്? ബൈ ആൻ അതോറിറ്റി. ഓക്കെ, അതായത് പവർ ഉള്ള ഒരു അതോറിറ്റി ആയിരിക്കും ചെയ്യുന്നത്. സേ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു സുപ്രീം അതോറിറ്റിയാണ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ കോമൺ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി, പൊതുസമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് അല്ലെങ്കിൽ ഈ മണി എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ദ ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റിന് അവരുടെ ഇൻകം, എല്ലാവർക്കും ഇൻകവും എക്സ്പെൻസും ഉണ്ട്. നമ്മൾ വ്യക്തികൾക്ക് ഉണ്ടാവുന്നത് പോലെ തന്നെ ഗവൺമെന്റിനും ഇൻകവും എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ അതിന് കിട്ടുന്ന അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത്, അതിൻ്റെ വരുമാന സ്രോതസ്സിൻ്റെ ഏറ്റവും കൂടുതൽ പോർഷൻ കിട്ടുന്നത് ഈ ടാക്സിൽ നിന്നാണ്. അപ്പം ടാക്സ് എന്ന് പറയുന്നത് എന്താ? ജനങ്ങളിൽ നിന്ന് കമ്പൽസറി ആയിട്ടും ആർക്കും വേണമെങ്കിൽ കൊടുത്താൽ മതി എന്നുള്ളതല്ല, നിർബന്ധമായിട്ടും ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവരുടെ ഇൻകത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു കൃത്യമായ നിശ്ചിത തുക ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി എടുക്കുന്നതിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവരത് എടുക്കുന്നത്? ഫോർ ദ കോമൺ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി, പൊതുസമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റോഡ് അല്ലെങ്കിൽ ബ്രിഡ്ജ്, അതുപോലെ തന്നെ പൊതുഗതാഗതങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിട്ടുന്ന ഫണ്ട് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. സോ ഇതാണ് ടാക്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ടാക്സിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നോ ഡയറക്റ്റ് ക്വിഡ് പ്രോ ക്യൂ. ക്വിഡ് പ്രോ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ, എന്തെങ്കിലും തിരിച്ചു കിട്ടുക എന്നുള്ളത്. പൊതുവെ നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്കുള്ള ഒരു വിചാരമാണ് തിരിച്ചെന്തെങ്കിലും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരു കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്താൽ ആ ക്യാഷിന് റിട്ടേൺ ആയിട്ട് നമുക്ക് തിരിച്ചെന്ത് കിട്ടണം? എന്തെങ്കിലും നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണോ നമ്മൾ ആ കൊടുത്ത ക്യാഷിന് നമുക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടണം. ഞാനൊരു 5 രൂപ കൊടുത്തൊരു പേന വാങ്ങാൻ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ 5 രൂപ കൊടുക്കുമ്പോൾ എനിക്ക് തിരിച്ചെന്ത് കിട്ടണം? പേന കിട്ടണം. അത് അങ്ങനെയെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞു ടാക്സ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ടും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുക്കുന്നതാണ് എന്ന് പറഞ്ഞു, മണി എടുക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ തിരിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? പക്ഷേ ഇൻകം ടാക്സിൽ അങ്ങനെയൊരു കാര്യം ഇല്ല. അതായത് നമ്മൾ ക്യാഷ് അല്ല ജനങ്ങളുടെ അടുത്തുനിന്ന് ക്യാഷ് എക്സ്ട്രാക്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് തിരിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം. ആ എടുക്കുന്ന ക്യാഷിന് അതേ മൂല്യത്തിൽ തിരിച്ചെന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് ടാക്സിൽ ഇല്ല. അതാണ് നോ ഡയറക്റ്റ് ക്വിഡ് പ്രോ ക്യൂ എന്ന് പറയുന്നത്. ദെൻ കമ്പൽസറി പേയ്മെന്റ്. ടാക്സ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള പേയ്മെന്റ് ആണ്. ആർക്കും വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല, എനിക്കിത് വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല? ടാക്സ് അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. നിർബന്ധമായിട്ടും ടാക്സ് അടച്ചേ പറ്റത്തുള്ളൂ. ടാക്സ് അടയ്ക്കാത്തവർക്ക് നിയമപരമായ ശിക്ഷകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ടാക്സ് എന്ന് പറയുന്നത് നിർബന്ധമായും അടയ്ക്കേണ്ട ഒരു കാര്യമാണ്.
Then it is for an indirect service. Indirect services എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞു ആദ്യത്തെ പോയിന്റിനകത്ത് നമ്മൾ ക്യാഷ് അടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തിരിച്ച് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കുറേ ഗുണങ്ങൾ അല്ലെങ്കിൽ കുറേ തിരിച്ച് കുറച്ച് റിട്ടേൺ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് നമ്മുടെ റോഡുകൾ, അതുപോലെ തന്നെ ബ്രിഡ്ജസ്, അതുപോലെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്ന്, നമ്മൾ അടയ്ക്കുന്ന നികുതിയിൽ നിന്ന് ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം ആണ് നമ്മുടെ നികുതി എന്ന് പറയുന്നത്. ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് നമുക്ക് തിരിച്ചു തരുന്നതാണ് ഇതുപോലത്തെ പൊതുഗതാഗതങ്ങൾ, അതുപോലെ റോഡ്, ബ്രിഡ്ജസ്, ഡാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പബ്ലിക് യൂട്ടിലിറ്റീസ് ഒക്കെ ഗവൺമെന്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ക്യാഷ് അടയ്ക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെയുള്ള ചില ഇൻഡയറക്റ്റ് സർവീസസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് അടയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ടാക്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. 2 ടൈപ്പ് ടാക്സ് ആണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും, 2 ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ഈസ് ലെവീഡ് ഓൺ എ പേഴ്സൺ ഡയറക്ട്ലി ആൻഡ് ഹി ഹിംസെൽഫ് പേസ് ദ എമൗണ്ട് ടു ദ അതോറിറ്റി. അതായത് ഡയറക്റ്റ് ടാക്സിൽ ടാക്സ് അടയ്ക്കേണ്ട അല്ലെങ്കിൽ ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നത് ഒരു വ്യക്തിയിലും ആ വ്യക്തി തന്നെ ആയിരിക്കും ടാക്സ് അടയ്ക്കേണ്ടത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് എൻ്റെ വരുമാനത്തിന് സർക്കാർ പറയുകയാണ് നീ 50,000 രൂപ ടാക്സ് അടയ്ക്കണം എങ്കിൽ ആ 50,000 രൂപ ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിയും ഞാനാണ്. എൻ്റെ വരുമാനത്തിനുമായിരിക്കും അവിടെ ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ഈസ് ലെവീഡ് ആൻഡ് പെയ്ഡ് ബൈ ഡിഫറെൻറ്റ് പേഴ്സൺ. ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നത് ഒരു വ്യക്തിയിലും അത് അടയ്ക്കുന്നത് മറ്റൊരു വ്യക്തിയുമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി. ആ ബിസ്ക്കറ്റിന് ടാക്സ് ഉണ്ട്. അപ്പം ആ ബിസ്ക്കറ്റിൻ്റെ ടാക്സ് ആക്ച്വലി ചാർജ് ചെയ്യപ്പെടുന്നത് ഉപയോഗിക്കുന്ന ഞാനാണ്. അതിൻ്റെ ടാക്സ് ശരിക്കും അടയ്ക്കേണ്ടത്. പക്ഷേ അല്ലെങ്കിൽ ചാർജ് ചെയ്യപ്പെടുന്നത് എന്നിലാണ്, ഞാനെന്നാൽ കൺസ്യൂമറിലാണ്. പക്ഷേ ആ ടാക്സ് ശരിക്കും അടയ്ക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റിലേക്ക്. ആ കടയുടെ ആ ഷോപ്പ് കീപ്പർ ആയിരിക്കും, അല്ലേ? ആ ഷോപ്പ് കീപ്പർ ആയിരിക്കും ആ ഞാൻ അടയ്ക്കുന്ന ടാക്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത ആ ബിസ്ക്കറ്റിൻ്റെ പ്രൈസ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ടാക്സ് ചാർജ് ചെയ്യപ്പെട്ടത് എന്നിലും ടാക്സ് ഗവൺമെന്റിലേക്ക് അടച്ചത് ഷോപ്പ് കീപ്പറുമാണ്. അപ്പം രണ്ട് വ്യക്തികളിലാണ് അല്ലെങ്കിൽ പല വ്യക്തികളിൽ വന്ന് ഈ ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്ന ഈ 2 കാര്യങ്ങളും 2 പേര് 2 അതിൽ കൂടുതൽ ആൾക്കാരിലേക്ക് വരാം. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ്. ഒരു വ്യക്തിയുടെ വരുമാനത്തിന് ആ വ്യക്തി കൊടുക്കുന്ന ടാക്സ് ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ആണ് GST ഉണ്ട്, അതുപോലെ തന്നെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ 2017 മുന്നേ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. 2017 ജൂലൈ 1 GST ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം GST ആണ് പല ഇൻഡയറക്റ്റ് ടാക്സുകളും ഈ GST എന്ന് പറയുന്ന ടാക്സിനുള്ളിലായി. അതുകൂടാതെ ഉള്ള ഒരു ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് ഇൻകം ടാക്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ടാക്സിൽ ഈ പറഞ്ഞ പോലെ ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്ന വ്യക്തിയും ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയും ഒറ്റൊരാളാണ്. അയാളും ഗവൺമെന്റിനും ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറി, ഒരു ഇടനിലക്കാരൻ ഉണ്ടാവത്തില്ല. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിന്റെ കേസ് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നത് ഒരു വ്യക്തിയിലും അത് അടയ്ക്കുന്നത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന മറ്റൊരു വ്യക്തിയുമാണ്. അതായത് അവരുടെ ഇടയിൽ, അതായത് ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്ന വ്യക്തിക്കും ഗവൺമെന്റിനും ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറി, ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരിക്കും. അതാണ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ പ്രത്യേകത എന്ന്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അതാണ്. അപ്പം ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഈ ഡയറക്റ്റ് ടാക്സിൽ ഇന്ത്യയിലുള്ള ഡയറക്റ്റ് ടാക്സിന് ഒരു എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ്. ഇനി നമ്മൾ ഇൻകം ടാക്സ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 1961 ഇൻകം ടാക്സ് ആക്ട് 1961 അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ് ഇൻകം ടാക്സ് വരുന്നത്. അത് നിലവിൽ വരുന്നത് April 1, 1962 ഇത് നിലവിൽ വരുന്നത്. ഇൻകം ടാക്സ് റൂൾസ് 1962 ആൻഡ് ഫിനാൻസ് ആക്ട്സ് ഗവേൺ ദ ഇൻകം ടാക്സ് ലോ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇൻകം ടാക്സ് നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ ഇൻകം ടാക്സ് റൂൾസ് 1962 അതുപോലെ തന്നെ ഫിനാൻസ് ആക്ട്, നമ്മുടെ നിയമ ബില്ലുണ്ട്, നമ്മൾ എല്ലാ വർഷവും മാറി വരുന്ന ഫിനാൻസ് ആക്റ്റും അതുപോലെ തന്നെ ഇൻകം ടാക്സ് റൂൾസുമാണ് നമ്മുടെ ഇൻകം ടാക്സ്, ഇന്ത്യയിലെ ഇൻകം ടാക്സ് നിയന്ത്രിക്കുന്നത്.
അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസുകൾ നോക്കാം. ഓക്കെ, ഈ ടേംസുകൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയെങ്കിലേ മുന്നോട്ടുള്ള ടാക്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തേതാണ് അസസി എന്ന് പറയുന്നത്. ആരാണ് ഒരു അസസി എന്ന് പറയുന്നത്? അസസി ഈസ് എ പേഴ്സൺ ബൈ ഹൂം ടാക്സ് ഇസ് പേയബിൾ അണ്ടർ ദ ആക്ട്. നിയമത്തിന്റെ സാധ്യതയിൽ അല്ലെങ്കിൽ നിയമത്തിന്റെ പരിധിയിൽ ആരാണോ ടാക്സ് അടയ്ക്കേണ്ട വ്യക്തി, ആ വ്യക്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസസി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ആക്ടിന് അണ്ടറിൽ ടാക്സ് അടയ്ക്കേണ്ട വ്യക്തി ആരാണോ ആ വ്യക്തിനെ നമ്മൾ പറയുന്ന പേരാണ് അസസി. അപ്പം ഇനി മുന്നോട്ട് ടാക്സിൽ നമ്മൾ മുഴുവനും പറയുന്ന അസസി എന്ന് പറയുന്ന ടേം ആയിരിക്കും. അല്ലാതെ വ്യക്തി, പേഴ്സൺ, ഹി, ഷി അങ്ങനെയൊന്നും നമ്മൾ അല്ലെങ്കിൽ അയാളുടെ പേരൊന്നും ആയിരിക്കില്ല നമ്മൾ കൂടുതൽ പറയുന്നത്. ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിനെ നമ്മൾ ഇൻകം ടാക്സിൽ പറയുന്നതാണ് അസസി എന്ന്. അങ്ങനെയെങ്കിൽ അടുത്ത ടേമാണ് അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയറിനെ നമ്മൾ AY എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് 12 months കമൻസിങ് ഓൺ 1st April every year. അതായത് എല്ലാ വർഷവും അല്ല, 1st April സ്റ്റാർട്ട് ചെയ്യുന്ന 12 മാസമുള്ള April 1 സ്റ്റാർട്ട് ചെയ്യുന്ന 12 മാസമുള്ള ഒരു പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പം April 1 സ്റ്റാർട്ട് ചെയ്യുന്ന, April 1 വെച്ച് തുടങ്ങുന്ന, അതിനോട് തുടർച്ചയായി വരുന്ന 12 മാസം അടങ്ങുന്ന ആ ഒരു പീരീഡ്, ആ ഒരു കാലയളവിനെ നമ്മൾ പറയുന്നതാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. കറന്റ് അസസ്മെന്റ് ഇയർ, ഇപ്പോഴത്തെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 2020-21 2022 അപ്പം ഇത് തുടങ്ങുന്നത് April 1, 2021 ആൻഡ് ഇത് എൻഡ് ചെയ്യുന്നത് വരാനിരിക്കുന്ന 2022 March 31 ഈ ഒരു അസസ്മെന്റ് ഇയർ തീരുന്നത്. അപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ വർഷത്തെ നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്, നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ആ ടാക്സിനെ അസസ് ചെയ്യുന്നത്, അതിനെ അളക്കുന്നത് ഈ പറഞ്ഞ അസസ്മെന്റ് ഇയറിൽ ആണ്. അപ്പം അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് എന്താണ്? April 1 വെച്ച് തുടങ്ങുന്ന 12 മാസമുള്ള ഒരു കാലയളവിനെ നമ്മൾ പറയുന്നതാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. നിലവിലെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 2021-22 ഇത് എങ്ങനെയാണ് തുടങ്ങുന്നത്? നമ്മൾ പറഞ്ഞു ഏപ്രിലാണ്. അപ്പോൾ നിലവിലെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 1st April 2021 തൊട്ട് 31st March 2022 വരെയുള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രീവിയസ് ഇയർ ആണ്. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെന്റ് ഇയർ. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ അസസ്മെന്റ് ഇയർ എന്താണെന്ന്. ആ അസസ്മെന്റ് ഇയറിന് തൊട്ടു മുന്നിലത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April to March ആണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പം ഈ അസസ്മെന്റ് ഇയറിന് തൊട്ടു മുന്നിലത്തെ ഫിനാൻഷ്യൽ ഇയറിന് പറയുന്ന പേരാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ഞാൻ പറഞ്ഞു 1st April to 31st March ആണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2020-21 അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April 2020 തുടങ്ങി 31st March 2021 അത് അവസാനിച്ചു. 2021 കഴിഞ്ഞ March 31 നമ്മുടെ പ്രീവിയസ് ഇയർ അവസാനിച്ചു. അപ്പം ഈ പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടിയ വരുമാനത്തിനാണ് നമ്മൾ അസസ്മെന്റ് ഇയറിൽ എന്ത് ചെയ്യുന്നത്? ടാക്സ് നമ്മൾ അടയ്ക്കുന്നത്. ഇനി അത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടാണ് ഈ ഒരു സ്ലൈഡിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ടാക്സബിൾ ഇൻ ദ അസസ്മെന്റ് ഇയർ. അപ്പം പ്രീവിയസ് ഇയറിൽ എനിക്ക് കിട്ടിയ വരുമാനം എന്താണോ ആ വരുമാനത്തിന് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത് എപ്പോഴാണ്? അസസ്മെന്റ് ഇയറിലാണ്. അതായത് എനിക്ക് 2020-21 കാലയളവിൽ എനിക്ക് കിട്ടിയ വരുമാനത്തിന് ഞാൻ ടാക്സ് കൊടുക്കേണ്ടത് 2021-22 അതായത് ഈ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഞാൻ അതിൻ്റെ ടാക്സ് അസസ് ചെയ്ത് ആ വരുമാനത്തിന് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത്. ഇറ്റ് ഈസ് എൻ ആനുവൽ ടാക്സ്. വർഷാവർഷങ്ങളാണ്, അല്ലെ നമ്മൾ ഇടയ്ക്ക് വെച്ചല്ല ടാക്സ് അടയ്ക്കുന്നത്. ആനുവൽ ടാക്സ് ആണ്. ഒരു വർഷത്തിന് അവസാനമാണ് നമ്മൾ ഒരു വർഷത്തെ മുഴുവൻ വരുമാനത്തിനാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. ഫിനാൻസ് ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഫിക്സസ് ദ റേറ്റ് ഓഫ് ടാക്സ്. അതായത് ഇത്ര ശതമാനമായിരിക്കും നമുക്ക് കിട്ടിയ വരുമാനത്തിന് ഇത്ര ശതമാനമാണ് നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. ആ ശതമാനം, ആ റേറ്റ് പറയുന്നത് ഫിനാൻസ് ആക്ട് ആണ്. ഫിനാൻസ് ആക്ട് എല്ലാ വർഷവും പാർലമെന്റ് പാസ് ചെയ്യുന്ന ഫിനാൻസ് ആക്ടിൽ ഈ പറഞ്ഞ റേറ്റുകൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. റേറ്റുകൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇനി ഉടനെ ചെയ്യുന്നതാണ്. ടാക്സസ് ചാർജ്ഡ് ഓൺ ടോട്ടൽ ഇൻകം. ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തിനാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം എന്താണെന്ന് നോക്കണം. അതിനു മുന്നേ നമുക്ക് നോക്കേണ്ടത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫ്രം ദ 5 ഹെഡ്സ് ഓഫ് ഇൻകം. അതായത് ഒരു വ്യക്തിക്ക്
കിട്ടാവുന്ന വരുമാനത്തെ 5 തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 5 തലങ്ങളിൽ നിന്ന് ഒരു വ്യക്തിക്ക് കിട്ടുന്ന മുഴുവൻ വരുമാനത്തിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിനി ആ വരുമാനം ഞാൻ പറഞ്ഞു 5 സ്രോതസ്സിൽ നിന്ന് ഒരു വ്യക്തിക്ക് കിട്ടുന്നതാണ്. 5 സ്രോതസ്സിൽ നിന്ന് ഒരു വ്യക്തിക്ക് കിട്ടുന്ന വരുമാനത്തെ മുഴുവനും കൂട്ടിച്ചേർക്കുന്നതിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ വരുമാനത്തിന്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി. ഒരു വ്യക്തിക്ക് അയാളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്നത്, അതായത് ഒരു ടീച്ചറായിട്ട്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു ബാങ്ക് എംപ്ലോയി ആയിട്ട് അയാളുടെ വരുമാനത്തിൽ നിന്ന്, വരുമാനം എന്ന് ഉദ്ദേശിക്കുന്ന അയാളുടെ ജോലിയിൽ നിന്ന് അയാൾക്ക് കിട്ടുന്നതാണ്. സാലറി ആയിട്ട് അയാൾക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്രോതസ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, എനിക്കിപ്പം 2 വീടുകളുണ്ടെന്ന് വിചാരിച്ചോ. അതിൽ ഒരു വീട്ടിൽ ഞാൻ താമസിക്കുകയാണ്, മറ്റേ വീട് ഞാൻ എന്ത് ചെയ്യുന്നു, വാടകയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്ക് റെന്റ് ആയിട്ട് കിട്ടുന്ന ഇൻകം ഞാൻ ഈ പറഞ്ഞ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഇതിനകത്താണ് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പം എനിക്ക് വാടകയായിട്ട് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിനകത്താണ് വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. അതായത് ചില വ്യക്തികൾ ചിലപ്പോൾ ഈ പറഞ്ഞ ജോലി ആയിരിക്കില്ല ചെയ്യുന്നത്, അതായത് സാലറി കിട്ടുന്ന ജോലി ആയിരിക്കില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഹൗസ് പ്രോപ്പർട്ടി കാണത്തില്ല. അപ്പം അവർ ചിലപ്പം ചെയ്യുന്നത് ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഫഷൻ ആയിരിക്കാം. അതായത് ഇപ്പം വക്കീലായിട്ട്, ഡോക്ടറായിട്ട്, അതൊക്കെ എന്ന് പറയുന്ന പ്രൊഫഷനാണ്. അപ്പം ഈ പറഞ്ഞ പ്രൊഫഷനിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് നടത്തുന്നതിൽ നിന്ന് ഒരു വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം എന്താണോ അതാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിനകത്ത്, ഈ സ്രോതസ്സിനകത്ത് വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ഗെയിനകത്ത്, അതായത് ഫിക്സഡ് അസറ്റ്സ് അല്ല, ക്യാപിറ്റൽ അസറ്റ്സിന്റെ സെയിലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം എന്താണോ അതാണ് നമ്മുടെ ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിനകത്ത് വരിക. ഇനി അടുത്തത് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ 4 സ്രോതസ്സുകൾ പറഞ്ഞു. ഈ 4 സ്രോതസ്സുകളിലും പെടാത്ത ബാക്കി ഏതൊക്കെ ഇൻകങ്ങളുണ്ടോ അതെല്ലാം ഇൻകം ഫ്രം അതർ സോഴ്സസിനകത്ത് വരും. അപ്പം ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഈ 5 സ്രോതസ്സിൽ നിന്നും ഇൻകം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ഇതിൽ നിന്ന് 1-2 സ്രോതസ്സിൽ നിന്നേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇതിൽ നിന്ന് ഏതൊക്കെ സ്രോതസ്സിൽ നിന്നാണോ ഇൻകം കിട്ടുന്ന, വരുമാനം കിട്ടുന്ന, അതിനെ എല്ലാത്തിനെയും കൂടെ മൊത്തത്തിലുള്ള, അപ്പം എനിക്കിപ്പം സാലറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉണ്ടായിരിക്കാം, ബിസിനസ്സിൽ നിന്ന് കുറച്ച് ഇൻകം കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതർ സോഴ്സസിൽ നിന്ന് കുറച്ച് ഇൻകം ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേരുന്നതാണ് എൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഒരു വർഷം എനിക്ക് കിട്ടുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ എനിക്ക് 5 സ്രോതസ്സിൽ നിന്ന് കിട്ടിയ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഞാൻ ഡിഡക്ഷൻസ്, എനിക്ക് ചാപ്റ്റർ 6A ഇൻകം ടാക്സ് ആക്ടിലെ ചാപ്റ്റർ 6A കുറച്ച് ഡിഡക്ഷൻസ്, കുറച്ച് ഇളവുകൾ കിട്ടും. ആ ഇളവുകൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ അടയ്ക്കുന്ന LIC പ്രീമിയം, എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഇൻഷുറൻസ് പോളിസിക്ക് LIC പ്രീമിയം ഞാൻ അടയ്ക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് ഡിഡക്ഷൻ കിട്ടും, എനിക്ക് ഇളവ് കിട്ടും. അങ്ങനെ ചാപ്റ്റർ 6A ഒരുപാട് സെക്ഷൻ 80C തൊട്ട് 80U വരെ ഉള്ള സെക്ഷൻസിനകത്ത് ഒരുപാട് ഇളവുകൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഇളവുകളെല്ലാം നമ്മൾക്ക് മുൻപേ പറഞ്ഞ 5 സ്രോതസ്സിൽ നിന്ന് കിട്ടിയ ഇൻകത്തിൻ്റെ ടോട്ടലിൽ നിന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം, നിങ്ങളുടേതായ സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്, ഇൻകം ടാക്സിൽ നമുക്ക് ടാക്സ് നിർണ്ണയിക്കാൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതായിരിക്കും നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മൾ ഇനിയും കുറേയും കൂടെ ടേംസ് നമ്മൾ ഈ മെയിൻ ആയിട്ടുള്ള ടേംസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തു. ഇനി നമ്മൾ അടുത്ത റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും ചെയ്യുന്നത്.
അത് കഴിഞ്ഞ് നമ്മൾ ഓരോന്നായിട്ട് ടാക്സിൻ്റെ മുന്നോട്ടുള്ള സീരീസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനോട് ഇടയ്ക്ക് വെച്ച് പല ടേംസുകൾ നമ്മൾ കണ്ടുമുട്ടും. ടേംസ് മാത്രമായിട്ട് ഒരു വീഡിയോ മുന്നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവണം എന്നില്ല. അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് വരുന്നതനുസരിച്ച് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാതിരുന്ന കുറേയും കൂടെ ടേംസുകൾ നമുക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.